ബനാറസ് ഒരു പഴയ നഗരമാണ്. ബനാറസ് നഗരത്തിനടുത്താണ് ഗംഗാ നദിയുള്ളത്. ഇവിടെ വലിയ ചുടലക്കാടും ഉണ്ട്. ചുടുകാടിനടുത്ത് ഒരു ഗാർഡനും ഉണ്ട്. അത് ഗാന്ധി ഗാർഡൻ. അവിടെ വിധവിധമായ പൂച്ചെടികളും ഉണ്ട്. ആ നഗരത്തില് കുറെ ഗാർഡനുകളും ഉണ്ട്. പക്ഷെ ഇത്രയും മനോഹരമായ ഗാർഡൻ വേറെ എവിടെയുമില്ല. ഇത് കാണാൻ വളരെ മനോഹരമായ ഗാർഡനാണ്. കുറെ പൂക്കളും ഇവിടെ വെച്ചിട്ടുണ്ടാവും. കുട്ടികൾ കളിക്കാൻ ഊഞ്ഞാലും ഉണ്ടാവും. കുട്ടികളൊക്കെ ആ ഗാർഡനിൽ കളിക്കാമായിരുന്നു. ചുടുകാട് അവിടെ ഉള്ളത് കൊണ്ട് രാത്രി പ്രേതങ്ങളുടെ ശബ്ദം കേൾക്കാമായിരുന്നു. അതുകൊണ്ട് രാത്രിയപ്പോൾ ആ ഗാർഡനിലേക്ക് ആൾക്കാരും വരില്ലായിരുന്നു. ഗാർഡന്റെ പുറത്ത് എന്താ എഴുതിയെന്ന് വെച്ചാൽ രാത്രി ഗാർഡനിലേക്ക് അകത്ത് വരാൻ അനുമതിയില്ല. സെക്യൂരിറ്റി പോലും ഗേറ്റ് മൂടിയിട്ട് രാത്രി അവിടുന്ന് പുറത്തേക്ക് പോയേക്കും. രാവിലെ ആയ ഉടനെ ആൾക്കാരൊക്കെ ഗാർഡനിലേക്ക് വരുമായിരുന്നു. പകൽ നേരത്താണെങ്കിൽ ആൾക്കാരൊക്കെ അവിടെ ഇരുന്ന് കളിക്കാമായിരുന്നു. വയസ്സായവർ, പെണ്ണുങ്ങൾ, ആണുങ്ങൾ എല്ലാവരും ഇവിടെ ഗാർഡനിലേക്ക് വരുമായിരുന്നു. വൈകുന്നേരം ആവുമ്പോൾ തന്നെ ആൾക്കാരൊക്കെ അവിടുന്ന് പോവാമായിരുന്നു. സെക്യൂരിറ്റി 5 മണിക്ക് ശേഷം ഗാർഡൻ പൂട്ടിയിട്ട് അവിടുന്ന് പോവുമായിരുന്നു. കാണാൻ തന്നെ വല്ലാതെ പേടിയായിട്ടുണ്ടാവും. അതിനുശേഷം പ്രേതങ്ങളാണ് അവിടുത്തെ കളിക്കുന്നത്. പക്ഷേ ജനങ്ങൾക്ക് അവരെ കാണാൻ പറ്റില്ലായിരുന്നു. ഗാന്ധി ഗാർഡന് അടുത്ത് തന്നെ ഒരു ഓഫീസ് ഉണ്ടായിരുന്നു. അതിൽ പൂജാവും ജോലി ചെയ്യുകയായിരുന്നു. അതേ പൂജ ഗാർഡനിലേക്ക് വാക്കിംഗ് പോയിരുന്നു. ഭംഗിയുള്ള പൂക്കൾ കണ്ടിട്ട് അവൾ സന്തോഷപ്പെടുകയായിരുന്നു. അവൾ ഇതുപോലെ ഭംഗിയുള്ള ഗാർഡനും പൂക്കളും ഇതുവരെ കണ്ടിട്ടേയില്ല. അവൾ അതിശയപ്പെട്ടിരുന്നു. ആ പൂക്കൾ കണ്ടപ്പോൾ അവൾ ആഗ്രഹമുണ്ടായിരുന്നു. അവൾ ആലോചിച്ചു, ഈ മഞ്ഞ നിറത്തിലുള്ള പൂ, വാവ്, കാണാൻ എത്ര ഭംഗിയാണ്. കാണാൻ നല്ല ക്യൂട്ടുള്ള പൂക്കളൊക്കെ ഇവിടെയുണ്ട്. ഒരുപാട് പൂക്കൾ ഞാൻ പറിക്കാൻ പോകുന്നു. ഇത് ദൈവത്തിന് കൊണ്ടുപോയി സമർപ്പിക്കാം. ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കാൻ പോകുന്നു. ആരുടെ കണ്ണിലും പെടാതെ അവൾ പയ്യെ പയ്യെ അവൾ ആ പൂക്കളെടുത്ത് പോവുകയായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും അവൾ നോക്കി. ഒരു പൂ അവൾ പറിച്ചു. അവൾ ആ പൂ പറിച്ച ഉടനെ അപ്പൊ തന്നെ ഒരു പ്രേതം അവിടെ എത്തി. ആ പ്രേതം പൂജന്റെ മുമ്പ് നിന്ന് എത്തുകയായിരുന്നു. അവൾ കാണാൻ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. പൂജ പ്രേതത്തിനെ കണ്ട ഉടനെ അവൾ പേടിച്ചു. പിന്നെ അവൾ അവിടുന്ന് ഓടാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷെ അവൾക്ക് അവിടുന്ന് ഓടാൻ പറ്റിയില്ല. അവൾക്ക് എങ്ങനെ ഉണ്ടായെന്ന് വെച്ചാൽ ആരും അവളെ കെട്ടിയിട്ടതുപോലെ ഉണ്ടായിരുന്നു. അവൾ കുറെ നേരം ശ്രമിച്ചു. പക്ഷേ അവളെ കൊണ്ട് പറ്റുന്നില്ല. പൂജ, ഓടാൻ ശ്രമിക്കുന്നതിൽ ഒരു പ്രയോജനവുമില്ല. നീ എങ്ങനെയാണ് ഈ പൂക്കൾ പറിച്ചത്? നിനക്ക് എത്ര ധൈര്യമാണ് ഇതിൽ കൈവയ്ക്കാൻ? നിനക്കറിയില്ലേ ഈ പൂക്കളൊക്കെ എനിക്ക് ഇത്ര ഇഷ്ടമാണെന്ന്? പിന്നെ രാത്രിയിൽ ഈ പൂക്കളെ ഞാനാണ് സംരക്ഷിക്കുന്നത്. പകലിൽ കാവൽ നോക്കുന്നു. ഇതിനെ നീ അപഹരിക്കാൻ ശ്രമിക്കുന്നോ? ഇതിനുള്ള ശിക്ഷ നിനക്ക് തീർച്ചയായിട്ടും കിട്ടും. ശിക്ഷയോ? അങ്ങനെയെന്ന് വെച്ചാൽ എങ്ങനത്തെ ശിക്ഷയാണ്? നീ ഒരു പൂ പറിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിന്നെ ഒരു പൂവായിട്ട് മാറ്റാം. അതിനുശേഷം പൂവുണ്ടായിരുന്ന സ്ഥലത്ത് നീ ഇരിക്കും. പൂജ പേടിക്കാൻ തുടങ്ങി, കരയാനും തുടങ്ങി. വേണ്ട, എന്നോട് ക്ഷമിക്ക്. ഇനി ഞാൻ ഒരിക്കലും ഒരു പൂവും പറിക്കില്ല. എന്നെ വിട്ടേക്ക്. നിനക്ക് തീർച്ചയായും ശിക്ഷ ലഭിക്കും. ഗാർഡനിൽ പൂജയെ സഹായിക്കാൻ ആരും വന്നില്ല. ജനങ്ങൾ ഇതൊക്കെ കാണുമായിരുന്നു. പക്ഷേ അവിടെ പ്രേതമുള്ളത് അവർക്ക് കാണാൻ പറ്റിയില്ല. ആ പ്രേതം ഭയങ്കരമായിട്ട് ഒച്ചയുണ്ടാക്കി ചിരിച്ചു. പ്ലീസ്, എന്നെ പൂവായിട്ട് മാറ്റല്ലേ. എനിക്കൊരു നല്ല ഭംഗിയുള്ള മകനുണ്ട്. അവൻ തനിച്ചിരിക്കുന്നു. രാത്രിയിൽ അവനെ കാണാൻ ഞാൻ വീട്ടിലേക്ക് പോയില്ലെങ്കിൽ അവൻ പേടിച്ചു പോകും. ആ കുട്ടിക്ക് വേണ്ടി ദയ കാണിക്ക്. മാത്രമല്ല, ഞാൻ ചെയ്തത് ഒരു ചെറിയ തെറ്റാണ്. ഇത്ര വലിയ ശിക്ഷ നൽകല്ലേ. ശിക്ഷ നൽകേണ്ടത് എന്റെ കടമയാണ്. തെറ്റ് ചെയ്യേണ്ടത് നിന്റെ കടമ. നീ നിന്റെ കുട്ടിയെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് നിന്റെ ശിക്ഷ ഞാൻ ഒരല്പം കുറയ്ക്കാം. പക്ഷേ ശിക്ഷ തീർച്ചയായിട്ടുമുണ്ട്. പ്ലീസ്, എന്നോട് ക്ഷമിക്കൂ. ഇനി മുതൽ ഞാൻ ഒരു രീതിയിലുള്ള തെറ്റും ചെയ്യില്ല. ഞാനും ഇതുപോലെയാണ് ഒരു തെറ്റ് ചെയ്തത്.
ആ തെറ്റ് കാരണമാണ് ഞാൻ മരിക്കേണ്ടി വന്നത്. ഇപ്പോൾ ഞാൻ പ്രേതമായി മാറിയിരിക്കുന്നു. നിന്നെ ഞാൻ ഇപ്പോൾ പൂവാക്കി മാറ്റാൻ പോകുന്നു, നല്ല ഭംഗിയുള്ള പൂവായിട്ട്. പ്ലീസ് എന്നോട് ക്ഷമിക്കൂ. അങ്ങനെയൊന്നും ചെയ്യല്ലേ. എന്റെ മകനെ കുറിച്ച് ഒന്ന് ആലോചിച്ചു നോക്ക് പ്ലീസ്. നിന്നെ ഞാൻ സ്ഥിരമായി പൂവാക്കാൻ പോകുന്നില്ല. നിന്നെ പകൽ മുഴുവൻ പൂവാക്കി മാറ്റി വെച്ചിരിക്കും. പിന്നെ രാത്രിയിൽ നീ പോകാം. സൂര്യൻ മറഞ്ഞതിനു ശേഷം നിനക്ക് പോകാം. പിന്നെ സൂര്യൻ ഉദിക്കുന്നതിനു മുൻപേ ഇവിടെ വന്നേക്കണം. ഇല്ലെങ്കിൽ നീ വീട്ടിൽ പൂവായിട്ട് മാറിയിരിക്കും. നിനക്ക് മനസ്സിലായോ? പക്ഷേ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു വഴി കാണില്ലേ? ഞാൻ വീണ്ടും സാധാരണ മനുഷ്യയാകാൻ പറ്റില്ലേ? ഓ, ഒരു വഴിയുണ്ട്. പൂവായിരിക്കുമ്പോൾ നിന്നെ ആരെങ്കിലും കണ്ടുപിടിച്ചാൽ, അതായത് നീ പൂജയാണെന്ന്, അന്ന് നിന്റെ പുറത്തുള്ള എന്റെ ദേഷ്യം കുറയും. അങ്ങനെ നിനക്ക് സ്ഥിരമായിട്ടുള്ള വിമോചനം ലഭിക്കും. ഇത്രയും പറഞ്ഞതിനു ശേഷം ആ പ്രേതം പൂജയെ ഒരു പൂവായിട്ട് മാറ്റി കഴിഞ്ഞു. പിന്നെ അവൾ ആ ഗാർഡനിൽ തന്നെ ഉണ്ടായിരുന്നു. ദിവസം തോറും വെയിലും മഴയിലും പൂജ അവിടെയായിരുന്നു. വളരെ കഷ്ടമായിരുന്നു. വൈകുന്നേരമായി. സെക്യൂരിറ്റി ഗേറ്റ് പൂട്ടുകയായിരുന്നു. അപ്പം തന്നെ പൂജ പെണ്ണായിട്ട് അവിടെ എത്തിക്കഴിഞ്ഞു. അവൾ ഗേറ്റിൽ നിന്ന് പുറത്തേക്ക് വന്നു. പിന്നെ സെക്യൂരിറ്റി ആ ഗേറ്റ് പൂട്ടിക്കഴിഞ്ഞു. പൂജ തൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ നോക്കിയപ്പോൾ തൻ്റെ 10 വയസ്സായ മകൻ മിറാൽ കരയുകയായിരുന്നു. അമ്മേനെ കണ്ടപ്പോൾ അവൻ വളരെ സന്തോഷപ്പെട്ടു. പിന്നെ അമ്മ അവൻ്റെ കൂടെ ചേർന്നായിരുന്നു. അമ്മേ, നിങ്ങൾ പകലൊക്കെ എവിടെയായിരുന്നു? ഞാൻ നിങ്ങളെ എത്ര മിസ് ചെയ്തെന്നോ. പൂജ തനിക്ക് സംഭവിച്ചു നടന്ന എല്ലാ കാര്യങ്ങളും അവൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ ഗാർഡനിൽ നിന്നും ഒരു പൂ പറിച്ചു. ഒരു പ്രേതം ഗാർഡനിൽ എന്നെ പൂവാക്കി മാറ്റി ഒരു ചെടിയിൽ വെച്ചു. ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? നിങ്ങൾ എന്നെ കളിയാക്കുകയല്ലേ? ശരിയല്ലേ മകനെ? ഞാൻ പറയുന്നത് ശരിയാണ്. ഒരുപക്ഷെ ആരെങ്കിലും എന്നെ അടയാളം കണ്ടുപിടിച്ചാൽ ആ പ്രേതത്തിന്റെ ശാപത്തിൽ നിന്നും എനിക്ക് മോക്ഷം ലഭിക്കും. പിന്നെ ആ ഗാർഡനിലേക്ക് ഞാൻ ഒരിക്കലും പോകില്ല. ആർക്കും എന്നെ അടയാളം കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ എല്ലാ ദിവസവും അവിടെ തന്നെ പൂവായിരിക്കേണ്ടി വരും. പിന്നെ രാത്രിയിൽ മാത്രം ഞാൻ വീട്ടിലേക്ക് വരും. അമ്മേ, നിങ്ങൾ വിഷമിക്കല്ലേ. നാളെ തന്നെ ഞാൻ നിങ്ങളെ അടയാളം കണ്ടുപിടിക്കാം. രാവിലെ തന്നെ പോകൂ, ഞാൻ വരാം. ഞാൻ നിങ്ങളെ അടയാളം കണ്ടുപിടിച്ച് കൊണ്ടുവരാം. പക്ഷെ എങ്ങനെയാണ് മോനെ? അതെങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ അടയാളം കണ്ടുപിടിക്കും. രാവിലെ ആയതിനു ശേഷം പൂജ വേറെ വഴിയില്ലാതെ ആ ഗാർഡനിലേക്ക് വീണ്ടും അവൾ പോയി. ഗാർഡൻ പോയതിനു ശേഷം പൂജ വീണ്ടും പൂവായിട്ട് മാറി. ഗാർഡനിൽ കുറേ ജനങ്ങൾ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതേ സമയത്ത് പൂജയുടെ മകൻ മിറാൽ ഗാർഡനിലേക്ക് അവിടെ എത്തുകയായിരുന്നു. അവൻ അവിടെയുള്ള എല്ലാ പൂക്കളും നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നിറയെ പൂക്കൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പം അവന് മനസ്സിലായിട്ടില്ല, ഇതിലെ കുറേ പൂക്കളുണ്ടല്ലോ, ഇതിൽ എവിടെയാണ് അവൻ്റെ അമ്മ ഉള്ളതെന്ന്. അവൻ കുറേ അവിടെയും ഇവിടെയും ചുറ്റിയിരുന്നപ്പോൾ അവൻ ഒരു ഭംഗിയുള്ള പൂ കണ്ടിരുന്നു. അവൻ ഒരു പൂവിനെ തൊട്ട് ശബ്ദത്തിൽ അവൻ പറയുകയായിരുന്നു, ഇതെന്റെ അമ്മ, ഇതെന്റെ അമ്മ. ഇവൻ പറഞ്ഞ ഉടനെ ആ പൂ അവൻ്റെ അമ്മയായിട്ട് മാറിക്കഴിഞ്ഞു. അവിടെ എത്തിപ്പെട്ടു. അമ്മ അവൻ്റെ കൂടെ ചേർന്നും കഴിഞ്ഞു. അമ്മയ്ക്ക് ആനന്ദ കണ്ണീർ വന്നിരുന്നു. ആ പ്രേതം അപ്പം തന്നെ അവിടെ എത്തിപ്പെട്ടു. നീ എങ്ങനെയാണ് മോനെ എന്നെ അടയാളം കണ്ടുപിടിച്ചത്? അതെ, നീ എങ്ങനെയാണ് നിന്റെ അമ്മയെ അടയാളം കണ്ടുപിടിച്ചത്? എല്ലാ പൂക്കളിലും മഞ്ഞുതുള്ളി ഉണ്ടായിരുന്നു. മഞ്ഞുതുള്ളി രാത്രി മാത്രമാണ് വീഴുന്നത്. എല്ലാ പൂക്കളും രാത്രി ഇവിടെയാണ് ഉണ്ടായിരുന്നത്. പിന്നെ അമ്മേ, നിങ്ങളുടെ പുറത്ത് ആ മഞ്ഞുതുള്ളി ഇല്ല. എന്തുകൊണ്ടെന്നാൽ രാത്രി നിങ്ങൾ എന്നോടൊപ്പമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഉടനെ നിങ്ങളെ കണ്ടുപിടിച്ചത്. ആ പ്രേതം അമ്മയും മകന്റെ സ്നേഹം കണ്ടെത്തി. അപ്പൊ ആ പ്രേതം പറഞ്ഞു, മോനെ, നീ നിന്റെ അമ്മയെ മാത്രമല്ല പ്രശ്നത്തിൽ നിന്നും രക്ഷിച്ചത്, നീ എന്നെയും രക്ഷിച്ചിരിക്കുന്നു. എന്റെ കയ്യിലുണ്ടായിരുന്ന ഈ മാന്ത്രികത നഷ്ടപ്പെട്ടതുകൊണ്ട് പ്രേതമായിരുന്ന എനിക്ക് വിമോചനം ലഭിച്ചിരിക്കുന്നു. ആ ദൈവം നിന്നെ പോലെ എല്ലാവർക്കും നല്ല കുട്ടികളെ നൽകണം. ആ പ്രേതം അവിടെ നിന്ന് മറഞ്ഞുപോയി. അമ്മയും മകനും സത്യമിട്ടിരുന്നു. അവർ സത്യമിട്ടിരുന്നു, ഏതൊരു നേരത്തിലും ചെടിയും മരത്തിനും ഒരു കഷ്ടം കൊടുക്കാൻ പാടില്ല എന്ന്. പാഠം എന്ത് വെച്ചാൽ, നമ്മൾ മരം ചെടിക്ക് ഒരു കഷ്ടവും വരുത്തിക്കാൻ പാടില്ല.